ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നത് ഇന്ന് ഉച്ച മുതലാണ് കേട്ടോ. ഞാൻ ആക്ച്വലി ന്യൂസ് എപ്പോഴാണ് പുറത്ത് വന്നതെന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല. നമ്മൾ എപ്പോഴും പറഞ്ഞ ഇൻസ്റ്റയും FB തുറക്കുമ്പോൾ ഇങ്ങനെ കാണുന്ന ന്യൂസുകൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അതങ്ങ് വലിയ സീരിയസ് ആയിട്ട് ഞാൻ എടുത്തില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് ഇത് ഭയങ്കരമായിട്ട് എന്താ പറയുക കത്തിപ്പടർന്നിങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. വേറൊന്നുമല്ല, ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ തമിഴിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും. നമ്മുടെ ദിയ കൃഷ്ണകുമാർ പുള്ളിക്കാരി നടത്തുന്ന ഒരു ഫേമിൽ ഒരു തട്ടിപ്പ് കേസ് നടന്നതിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. അത് എങ്ങനെയാണ് ലൈക്ക് ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടെങ്കിലും എന്താണ് അതിൻ്റെ സത്യാവസ്ഥ പോലീസ് പുറത്ത് കൊണ്ടുവരട്ടെ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടു. സി മലയാളം ന്യൂസിൽ വന്ന് ഇവരുടെ ദിയ ഈ കുട്ടികളായിട്ട് ഈ പെൺകുട്ടികളായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു കേട്ടോ. കാരണം 3 കുട്ടികൾ സംസാരിക്കുന്ന ഒരു വീഡിയോ വൈകിട്ട് ചാനൽസിലെല്ലാം കറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കണ്ടും വിട്ടതേ ഉള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഭയങ്കര ഷോക്കിംഗ് ആയി പോയിട്ടോ. ഇത് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ അറിയാം ഇത് ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത് എന്നുള്ളത്. ഈ ഒരൊറ്റ വീഡിയോ കാണുമ്പോൾ ക്ലിയർ ആണ്. ഞാൻ ആ വീഡിയോ എൻ്റെ ഈ ഒരു വീഡിയോയിൽ വെക്കാൻ നോക്കി, പക്ഷേ എനിക്ക് അത് അറിയില്ല ആക്ച്വലി ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ. കാരണം ഇനി എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂസ് വല്ലതും ഉണ്ടോ എന്നുള്ള സി മലയാളം ന്യൂസിലാണത്. ഇപ്പോൾ എല്ലാ ചാനൽസിലും ഇപ്പോൾ പുറത്ത് വിട്ടുവാണത്. പക്ഷേ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് പേര് ഞാൻ രാവിലെ ഈ ഉച്ച മുതൽ ഈ വീഡിയോ ഈ ന്യൂസ് വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കമൻസിലൊക്കെ ഒത്തിരി പേര് കൃഷ്ണകുമാറിനെയും അല്ലെങ്കിൽ ദിയനെയൊക്കെ കുറ്റപ്പെടുത്തിയിട്ട് ഒത്തിരി പേര് അതിൽ പറയുന്നുണ്ട്. അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ വരെ തോണ്ടിയെടുത്തിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരമ്മയാണ്. നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേകം അമ്മമാർക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഈ കുട്ടി ഡേറ്റ് അടുത്ത് ഇരിക്കുന്നൊരു സമയമാണ് ദിയയുടെ. അപ്പോൾ ഈ ഒരു സമയത്ത് എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് ഇപ്പോൾ ടാക്സ് വെട്ടിക്കാന്നൊക്കെ ഉള്ള രീതിയിലുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ളൊരു കളി ഈ ഒരു സമയത്ത് ദിയ ചെയ്യും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണലി എനിക്ക് ആരും അറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പോലും എനിക്ക് ചെയ്യണമെന്ന് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വിശ്വാസവഞ്ചനയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ വൈകിട്ട് കണ്ടൊരു വീഡിയോയിൽ ദിയ പറയുന്നുണ്ട്, പൈസ പോയതിനേക്കാളും പുള്ളിക്കാരിക്ക് ഏറ്റവും വിഷമം അനിയത്തിമാരെ പോലെ കൂടെ നിർത്തിയ 3 പിള്ളേരാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരിയുടെ ആ രോഷം, അല്ലെങ്കിൽ നമ്മുടെ ഒരു 5 രൂപ, നമ്മുടെ ഒരു 10 രൂപ പോയാൽ പോലും നമ്മളെ എന്തുമാത്രം നമ്മൾ എവിടെ പോയെന്ന് ചിന്തിക്കുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാരും അല്ലേ. ഇത് 1-2 രൂപയല്ല, ഇത്രയും ലക്ഷം രൂപ. അവർക്ക് എത്ര ഉണ്ട്, അവരെത്ര ഉണ്ടാക്കിയെന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എത്ര ഉണ്ടാക്കിയാൽ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ തന്നെയാണ്. അതിപ്പോൾ എന്താ പറയുക, കുറേ പേര് കമൻറ്റ് ഞാൻ കണ്ടു, കളിയാക്കി ഇവരെ കമൻറ്റ് എഴുതിയിരിക്കുന്നത് കണ്ടു. അവിടെ പോയി കറങ്ങാൻ പൈസ ഉണ്ട്, അവർക്ക് വളക്കാപ്പ് നടത്താൻ പൈസ ഉണ്ട്, അതുണ്ട് ഇതുണ്ട്. അവരെന്തെന്നുണ്ടാക്കിയാലും അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. ആ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയിൽ നിന്ന് 1-2 പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ദണ്ണം തോന്നും അല്ലേ. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ പോകുമ്പോൾ നമുക്ക് ദണ്ണം തോന്നും. എന്നിട്ട് പോലും ദിയ പറഞ്ഞത് ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം കുട്ടി ആ ഒരു കാര്യത്തിൽ. കാരണം പുള്ളിക്കാരി പറഞ്ഞത് എനിക്ക് പൈസ പോയില്ലല്ല, ഞാൻ അനിയത്തിമാരെ പോലെ കൂടെ നിർത്തിയ ഈ കുട്ടികളാണ് ഈ ഒരു പണി കൊടുത്തിരിക്കുന്നത്. അത് 1-2 ലക്ഷം രൂപയല്ല, 68 ലക്ഷം രൂപ അല്ലെങ്കിൽ 69 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അതും എന്താ പറയുക സ്കാനർ വഴി ചെയ്തിരിക്കുന്ന എമൗണ്ട് മാത്രമാണ്. ക്യാഷ് എത്രയെന്നുള്ള അവർക്കറിയില്ല. അപ്പോൾ ഇത്രയും തട്ടിപ്പ് നടത്തിയിട്ട് ഈ കുട്ടികൾ വൈകിട്ട് ഈ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു ബൈറ്റൊക്കെ ഞാൻ കണ്ടു കേട്ടോ. ഭയങ്കര ബോൾഡായിട്ട് നിന്ന് ദിയ 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 എന്നൊക്കെ വിളിച്ച് പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ റിപ്പോർട്ടർ ചാനലൊക്കെ ഭയങ്കര അപ്രീസിയേഷൻ അർഹിക്കുന്ന ഒരു സമയമുണ്ട് ഇത്. കാരണം വെച്ചാൽ എന്ത് ആപ്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസാന്ന് പറയുമ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത്. ഇവർക്കൊന്നും വാ തുറക്കാൻ പറ്റാത്ത രീതിയിൽ അത് ശരിക്കും അതിൽ കമൻറ്റിൽ വായിക്കുമ്പോൾ നമുക്കറിയാം എല്ലാവരും ദിയനെയും കൃഷ്ണകുമാറിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഈ ഒരു റിപ്പോർട്ടറിൻ്റെയൊക്കെ ആ ഒരു ബൈറ്റ് പുറത്ത് വന്നപ്പോൾ ഈ പെൺപിള്ളേർ എത്രത്തോളം ക്രൂക്കഡ് ആണെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവർ തന്നെയാണ് ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ സി മലയാളം ന്യൂസിൽ വന്നിരിക്കുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തായിരിക്കുന്നത്. ഈ 3 പിള്ളേരും തന്നെയാണ് സംസാരിക്കുന്നത്. നമുക്ക് അത്ഭുതത്തോളം ദിയയുടെ കൈയും കാലും പിടിച്ചൊരു മാപ്പ് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ദിയ അത്രയും രോഷാകുലയായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ഒരു ഡേറ്റ് അടുത്ത് വന്നൊരു ടൈമിൽ ഇത്രയും പ്രഷർ കയറ്റി അപ്പോൾ ഇപ്പോൾ ടാക്സ് വെട്ടിക്കാനാണ് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ ഒരു സമയത്ത് ഇത്രയും ഒരു കളി ഒരു സ്ത്രീ ചെയ്യുമോ? ഒരു ഗർഭിണിയായിട്ട് ഒരു കുഞ്ഞിനെ വെയിറ്റ് ചെയ്ത് ഇനി ഏതാനും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു ബിപിയും കാര്യങ്ങളൊക്കെ കയറിയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇന്നോ നാളെയൊക്കെ ചിലപ്പോൾ കുട്ടി പ്രസവിക്കും. കാരണം അത്രയും ടെൻഷനിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പം ഈവൻ കൃഷ്ണകുമാർ പോലും പറയുന്നുണ്ട് തെറ്റ് ഇവരുടെ ഭാഗത്തും ഉണ്ട്. കാരണം വെച്ചാൽ ഇത്രയും ഒരു എന്താ പറയുക ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു ബിസിനസ് അവർ ചെയ്യുമ്പോൾ ശരിയാണ് പുള്ളിക്കാരിക്ക് ഫസ്റ്റ് ട്രിമസ്റ്ററിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആണോ ഇതൊക്കെ പറയാമെങ്കിൽ പോലും നമ്മൾ നിസ്സാരമായിട്ട് പറഞ്ഞാൽ നമ്മൾ ആരെയും വിശ്വസിക്കരുത്. നമ്മുടെ സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മൾ ഓരോ ന്യൂസുകൾ കാണുന്നുണ്ട്, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് സ്വന്തം ഞാൻ തന്നെ ഒരു വീഡിയോ ഞാൻ എൻ്റെ പഴയ ചാനലിൽ, ഇതിപ്പോൾ എൻ്റെ പുതിയ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്, ഞാൻ പഴയ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ പുറത്തോട്ട് വിടുമ്പോൾ നമുക്കുള്ള ടെൻഷൻ ആര് വിശ്വസിക്കും നമുക്കറിയില്ല.
ആ കാലഘട്ടം മാറിയിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിനകത്ത് പോലും കുട്ടികൾക്ക് എന്താ പറയുക സെക്യൂരിറ്റി ഇല്ലാത്തൊരു കാലത്തിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മൾ ആര് വിശ്വസിക്കുന്നു, അതായത് നമ്മൾ സ്വന്തം നിഴലിനെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിലാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ കുറ്റപ്പെടുത്താനായിട്ട് ഇപ്പോൾ ശരിയാണ്, അവർ ആരെങ്കിലും ഒരാൾ ഇതിന് വേണ്ടിയിട്ട് അവർക്ക് വെക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ഹസ്ബൻഡ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുവാണ്, പുള്ളി ചിലപ്പോൾ ബിസി ആയിരിക്കാം. എന്നാൽ പോലും ഇത്രയും ഒരു ലക്ഷങ്ങൾ തട്ടിപ്പ് അതിനകത്ത് നടന്നിട്ട് ആരും അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഇത്രയും വൈകി അറിഞ്ഞു എന്നുള്ളത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതം തോന്നുന്നു. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താനും പറ്റത്തില്ല. അവർ ദിയ ഒത്തിരി ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് ഈ വോയിസ് ഇതിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഭീഷണിപ്പെടുത്തും, പക്ഷേ അവർ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അവർ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. മനസ്സിലായോ? അവർ വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് അറിയത്തില്ല. അവർക്ക് ഈ ഒരു ബിസിനസ്സും അല്ലെങ്കിൽ അവർ കണ്ടന്റ് ക്രിയേറ്ററാണ്, യൂട്യൂബിൽ അവർക്ക് അത്രയും മില്യൺസ് ഫോളോവേഴ്സ് ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവരുടെ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത്. എൻ്റെ അറിവിൽ അതാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇത്രയും ലക്ഷങ്ങൾ പോയി എന്ന് പറയുമ്പോഴുണ്ടല്ലോ, അതും അവർ വിശ്വസിച്ച് കൂടെ നിർത്തിയ പിള്ളേർ തന്നെ അവരെ വിശ്വാസവഞ്ചന ചെയ്തു അല്ലെങ്കിൽ അവരെ വഞ്ചിച്ചു എന്ന് കേൾക്കുമ്പോൾ ഞാനൊക്കെയാണെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഞാനൊക്കെ ഏത് അവസ്ഥയിലായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഇത് പറഞ്ഞോളൂ എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അത്ഭുതം. ആ ഒരു ഒറ്റ വീഡിയോ കാണുമ്പോൾ, ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണുമ്പോൾ അറിയാം ഇത് ആരുടെ ഭാഗത്താണ് സത്യം എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് ആ വീഡിയോ കാണുമ്പോൾ അറിയാം. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും തെളിവ് ദിയാണെങ്കിലും കൃഷ്ണകുമാറാണെങ്കിലും തെളിവ് കൊണ്ട് നിരത്തിയാണ് ഇവർ സംസാരിക്കുന്നത്. ഈ കുട്ടികളുടെ ഭാഗത്ത്, ഈ പെൺപിള്ളേരുടെ ഭാഗത്ത് എത്ര തെളിവാണ് ഇവർ മുമ്പിലോട്ട്, അത് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് ബബ്ബ അടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കാര്യങ്ങൾ ഇതെന്താണ് ആരുടെ ഭാഗത്താണെന്നുള്ളത്. പക്ഷേ ഞാൻ സാധാ ഒരു എന്താ പറയുക ഒരു കാഴ്ചക്കാരി എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവരുടെ പിന്നിൽ ആരോ കാര്യമായിട്ട് കളിച്ചിട്ടുണ്ട്. ഇവർക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ട്, അതും ഈ ഒരു ടൈമിൽ ദിയ ഈ ഒരു ഡെലിവറി ഡേറ്റ് അടുക്കുന്ന ഒരു ടൈമിൽ ഇവർക്കിട്ട് നല്ലൊരു പണി കൊടുക്കാൻ നല്ല രീതിയിൽ ആരോ കളിച്ചിട്ടുണ്ടെന്നുള്ള എനിക്കും തോന്നിയിട്ടുള്ളത്. കാരണം വെച്ചാൽ നമുക്ക് ഈ പിള്ളേരെ കാണുമ്പോൾ അറിയില്ല, അത്രയും ഒരു പൊട്ടൻഷ്യലുള്ള പിള്ളേർ. അതിൽ ഒരു കുട്ടി എനിക്ക് തോന്നുന്നു കുറച്ച് ബോൾഡായിട്ട് അവൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ബാക്കി രണ്ടുപേരും അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ വോയിസ് പുറത്ത് വന്ന് ആ പയ്യൻ്റെയൊക്കെ സംസാരിക്കാനായിട്ട് നമുക്കറിയാം ഇതിനുള്ള ഒരു പൊട്ടൻഷ്യലും കാര്യങ്ങളും അല്ലെങ്കിൽ അതിനുള്ള ധൈര്യമൊന്നും ഇവർക്കുണ്ടെന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഒത്തിരി പേര് ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ വിശ്വാസവഞ്ചന, നമുക്ക് നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റും അല്ലേ? നമ്മൾ കൂടെ കൂട്ടി നമ്മുടെ അത്രയും അടുത്ത ഫ്രണ്ട്സ് ആയിക്കൊണ്ട് പോട്ടെ, ചിലപ്പോൾ ഫാമിലിയിൽ നിന്ന് ആയിക്കൊണ്ട് പോട്ടെ, നമുക്ക് ആ ഒരു കുത്ത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു പെയിൻഫുള്ളാണ് കേട്ടോ. ആ ഒരു സിറ്റുവേഷനിൽ പോയവർക്ക് മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുശേഷം ഇപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം അങ്ങനെ ഒരു അനുഭവം വന്നു, നമ്മൾ പല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മൾ അവർക്കൊരു ചാൻസ് കൊടുക്കും. വീണ്ടും നമ്മുടെ ലൈഫിൽ വന്നിട്ട് അവർ വീണ്ടും നമുക്കിട്ടൊരു പണി തരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ എന്താ അവിടെ സംഭവിക്കണത്, നമ്മൾ മൂവ് ഓൺ ചെയ്യും, നമുക്ക് മൂവ് ഓൺ ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് പിന്നെ ആരും വിശ്വാസം ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകും. പിന്നെ ആരും നമ്മുടെ അടുത്ത് ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് നമുക്ക് വന്നാൽ നമ്മൾ ആ ഒരു കണ്ണിലൂടെ അവരെ കാണുന്നത് അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അത് അനുഭവിച്ചവർക്ക് ആ ഒരു അവസ്ഥ മനസ്സിലാവുള്ളൂ. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പോലീസ് കൊണ്ടുവരട്ടെ, സത്യം തെളിയട്ടെ. അത്രയും അവർ വിശ്വസിച്ച് കൂടെ നിർത്തിയിട്ട് ഈ ഒരു പണി ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ഒരാൾ മുകളിൽ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. ഇവർക്കൊക്കെ ഇത്രയും ചെറിയ പ്രായം ഇനി അങ്ങോട്ട് മുമ്പോട്ട് ജീവിക്കാൻ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി വരാൻ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ TV ന്യൂസിലോ ഇനി ഒരിടത്തും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഇവരുടെ ഫേസും ഫാമിലിയുടെ കാര്യം ഇതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തിന് ആര് പുറകിൽ നിന്ന് നമ്മൾ എന്താ പറയുക കീ കൊടുത്താലും നമുക്ക് കുറച്ചൊരു വിവേകബുദ്ധിയില്ലേ, നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ളത്. പക്ഷേ ഇത് ഭയങ്കര കഷ്ടമായിപ്പോയി. അതെനിക്ക് വിഷമം തോന്നിയൊരൊറ്റ കാര്യം ഇതാണ്, ദിയയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ ആ കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുക, ഈ നിറവേറുമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ എന്തുമാത്രം ആ കുട്ടി വിഷമിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് കണ്ട ആ ബൈക്കിലൊക്കെ ദിയ നമുക്ക് കാണുമ്പോൾ അറിയാം, ആ കുട്ടിയുടെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം എന്തുമാത്രം ഡൗൺ ആണെന്നുള്ളത് അല്ലേ. പക്ഷേ അതിൻ്റെ ഫാമിലി ഫുൾ സപ്പോർട്ടായിട്ട് അതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിനിടയിലും ഞാൻ ആലോചിക്കുന്നത് കൃഷ്ണകുമാറിൻ്റെ പാർട്ടിയുടെ ഇത് ഒരു ബന്ധമില്ലാത്ത കുറേ ആൾക്കാർ കമൻറ്റിൽ വന്ന് കിടന്ന് തുള്ളണ കാണുമ്പോഴേ നമുക്ക് ചിരിയാ വരുന്നത്. സത്യം പറഞ്ഞാൽ മലയാളികളുടെ പുച്ഛം തോന്നുക സീരിയസ്ലി. ഈ ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ അതിനിടയിൽ കൂടെ ഇവർ അത് ചെയ്തു, ബിക്കിനി ഷൂട്ട് ചെയ്തു, അല്ലെങ്കിൽ കൃഷ്ണകുമാർ ആ പാർട്ടിയല്ലേ ചാണകം മറ്റേത് മറിച്ചത് എങ്ങനെ തോന്നുന്നു ഞാൻ ആൾക്കാർക്ക്. എനിക്ക് അത്ഭുതം തോന്നുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സ്വന്തം കുടുംബത്തിന് വരുമ്പോൾ അയ്യോ പത്തോ, വേറെ ആർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം അല്ലേ. ഈ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കാലം പോകുന്നതും നമ്മുടെ മലയാളികളുടെ മനസ്സും ഇത്രയും ചീഞ്ഞഴുകി പുഴുത്ത പോയൊരു അവസ്ഥ നമുക്ക് ഈ കമൻറ്റ് ബോക്സിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും സത്യം തെളിയട്ടെ, കുറ്റവാളികൾ പുറത്തു വരട്ടെ, ശിക്ഷിക്കപ്പെടട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടി തന്നെ ആവണം. കാരണം ഈ ഒരു അവസ്ഥയിൽ ഞാൻ അത് മാത്രം വേറൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഈ ഒരു അവസ്ഥ ആ കുട്ടി ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ദിവസം അല്ലെങ്കിൽ ആ കുട്ടി അനുഭവിക്കുന്ന ഒരു മെൻ്റൽ ട്രോമ അത് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അണ്ടിൽ ദെൻ ബൈ ബൈ.